ഹലോ, ഈ തൊരി ഗേറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് മനസ്സിലായോ? അത് കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ചിലപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ജപ്പാനിൽ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഇത്. ഇനി വിസിറ്റ് ചെയ്തിട്ടുമില്ല, പ്ലാൻ ചെയ്തിട്ടുമില്ലെങ്കിൽ ഇതാ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണിത്. ഈ കുറുക്കന്മാരെ കണ്ട എന്തായാലും നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലാവും. ഇതാണ് ഫുഷിമി ഇനാരി ഷ്രൈൻ. ക്യോത്തോയിലെ ജപ്പാനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു അമ്പലമാണ്. കയറുമ്പോൾ തന്നെ സാധാരണ ഒരു അമ്പലത്തിൽ കാണുന്ന എല്ലാ സീനും ഇവിടെയും കാണാൻ സാധിക്കുമേ. ഇതൊക്കെ നമ്മുടെ വിഷുകളൊക്കെ എഴുതി തൂക്കിയിരിക്കുന്ന തൊരി ഗേറ്റ് ആണ്. ഇത് നമ്മുടെ ഭാവിയൊക്കെ പ്രവചിക്കുന്ന ഒമിക്കുജിയാണ്. അങ്ങനെ തിരക്കുള്ള ദിവസത്തെ ആ തിരക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് പോവുകയാണേ. ഈ ഷ്രൈനിനെ ലോക പ്രശസ്തമാക്കുന്നത് ഇവിടുത്തെ ഈ തൊരി ഗേറ്റുകളാണ്. ഇവിടെ 1-2 തൊരി ഗേറ്റ് ഒന്നുമല്ലേ, ആയിരക്കണക്കിന് 10,000 തൊരി ഗേറ്റുകളോളം ഉണ്ട്. ഇങ്ങനെ കുറേ തൊരി ഗേറ്റ് ഉള്ളതിനെ സെൻബോൺ തൊരി എന്നാണ് പറയുന്നത്. സെൻ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ ഇവിടെ 1000 തൊരി ഗേറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പം ആക്ച്വലി 1000 ഒക്കെ കഴിഞ്ഞു. 10,000-ന് മുകളിൽ തൊരി ഗേറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നോക്കിക്കേ, ഞങ്ങൾ പോയ ദിവസം എന്തോരം തിരക്കായിരുന്നെന്ന്. ഇത് ഞങ്ങൾ പോയ ദിവസം മാത്രമല്ല, ഇവിടെ എപ്പോഴും ഇതുപോലെ തിരക്കാണേ. പിന്നെ ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം, ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ അതിരാവിലെ വരണം, അല്ലെങ്കിൽ വൈകിട്ട് രാത്രിയിൽ വരണം. ഇത് 24 hours ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷ്രൈനാണ്. എൻട്രി ആണെങ്കിൽ ഫ്രീയും ആണ്. അപ്പം നമുക്ക് നേരത്തെ വന്നാൽ അധികം ആളില്ലാതെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ കുറേ ദൂരം നമ്മളിങ്ങനെ ഹൈക്ക് ചെയ്യണം. ഹൈക്ക് ചെയ്താൽ കുറച്ച് മുകളിലോട്ടൊക്കെ എത്തുമ്പോൾ നല്ല തിരക്ക് കുറവായിരിക്കും. ഈ തുടക്കത്തിലൊക്കെയുള്ള തിരക്കുള്ളേ, കുറച്ച് കഴിയുമ്പോൾ ആളുകളൊക്കെ കുറയും. കുറച്ചങ്ങ് പോയി കഴിയുമ്പം ഈ ടണൽ ഇവിടെ സ്പ്ലിറ്റ് ആവുമേ. സ്പ്ലിറ്റ് ആവുമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇതിലേ അങ്ങോട്ട് തിരിച്ചു പോകാം. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഈ അമ്പലം വരെ വന്നിട്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് അപ്പുറത്തെ വഴിയിൽ കൂടെ പോകുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ മുന്നോട്ട് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നേ. ഞാനിപ്പോൾ ഈ ഓടിപ്പോകുന്നത് നമ്മൾ ഈ തൊരി ഗേറ്റ് കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് വേറൊരു വഴി കണ്ടു, ഒരു കാട്ടിക്കൂടി ഒരു വഴി. അപ്പോൾ കുറച്ച് ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി അവിടെ വല്ലതും ഉണ്ടെങ്കിലോ കാണാൻ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കഷ്ടപ്പെടാൻ ഞാൻ ആരും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇവിടെ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ. അതൊരു ഹിഡൻ ടെമ്പിളാണ്. അങ്ങനെ വലിയ കാഴ്ചകളൊന്നുമില്ല. എന്നിട്ടും അതിൻ്റെ മുന്നിലേക്കും ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പം അവരുടെ പുറകെ ഞങ്ങൾ നടന്നു നോക്കി. അതൊരു ബാംബു ഫോറസ്റ്റ് ആയിരുന്നേ. ഞങ്ങളുടെ മുന്നിൽ പോകുന്നവർക്കും തിരിച്ചു വരുന്നവർക്കും ഒന്നും അറിയത്തില്ല അവിടെ എന്നാ കാണാനുള്ളതെന്ന്. അങ്ങനെ ഞങ്ങളും കുറച്ച് ദൂരം പോയിട്ട് അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇതാ ഈ തൊരി ഗേറ്റിൽ വന്ന് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ടേ. ജപ്പാനിൽ 30,000-ൽ കൂടുതൽ ഇനാരി ഷ്രൈൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇനാരി ഷ്രൈൻസിൻ്റെയൊക്കെ ഹെഡാണ് ക്യോത്തോയിലുള്ള ഈ ഇനാരി ഷ്രൈൻ. ഇത് AD 700-കളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പഴയ ഷ്രൈനാണ്. ഇത് ഇനാരി എന്ന് പറഞ്ഞൊരു മൗണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു 2 കിലോമീറ്റേഴ്സോളം നമുക്ക് ഹൈക്ക് ചെയ്യാനുണ്ട്. ഏകദേശം 3 തൊട്ട് 4 മണിക്കൂർ വരെ ഹൈക്കിങ്ങിന് സമയം എടുക്കുകയും. ഏത് ഇനാരി ഷ്രൈൻ ആണെങ്കിലും നമുക്കവിടെ ധാരാളം ഇങ്ങനത്തെ കുറുക്കന്മാരുടെ രൂപങ്ങൾ കാണാവേ. കുറുക്കന്മാർ ഇവിടുത്തെ ദൈവത്തിൻ്റെ മെസ്സഞ്ചേഴ്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇനാരി ഷ്രൈനുകളിൽ സാധാരണ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നത് അവരുടെ കൃഷിക്ക് നല്ല വിളവെടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ ബിസിനസ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇവിടെ ആയിരക്കണക്കിന് തൊരി ഗേറ്റുകളുണ്ടല്ലോ. നമ്മൾ കുറേ തൊരി ഗേറ്റിൽ കൂടിയാണല്ലോ ഇങ്ങോട്ടേക്ക് കടന്നു വന്നതും. ഈ തൊരി ഗേറ്റ് ഒന്നും വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഷ്രൈനുകാരല്ല. ഇവിടെ വന്ന ഓരോ ആഗ്രഹങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിച്ച് അതൊക്കെ സാധിച്ചവരും പിന്നെ നേർന്നിട്ട് അതായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഈ തൊരി ഗേറ്റുകൾ. സത്യം പറഞ്ഞാൽ ജാപ്പനീസ് കമ്പനീസാണ് ഇങ്ങനെ ഓരോ തൊരി ഗേറ്റുകളും കൊടുത്തിരിക്കുന്നത്. ഓരോ തൊരി ഗേറ്റിൻ്റെ സൈസിനും ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ച് വില വ്യത്യാസം വരുവേ. ഏകദേശം ഒരു 4 ലക്ഷം yen മുതൽ 10 ലക്ഷം yen വരെ ആയിരിക്കും അതിൻ്റെ വില വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ നീണ്ട നേരത്തെ ഹൈക്കിങ് ഈ വ്യൂ പോയിന്റിലാണ് എത്തി നിൽക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ക്യോത്തോയുടെ ഒരു മുഴുവൻ ഭാഗവും നമുക്കിവിടെ കാണാൻ പറ്റുമേ. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ ഐസ്ക്രീം ഒക്കെ വാങ്ങി. ഈ ഐസ്ക്രീം ഇല്ലേ, സോയാ മിൽക്കിൻ്റെ ഫ്ലേവറിലുള്ളതാണ്. ആ മലയുടെ സബ്മിറ്റിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. പാതി വഴി ആയതേ ഉള്ളൂ. ഇനി ഹൈക്ക് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചേ. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് വ്യൂ പോയിന്റുകളൊന്നുമില്ല, ഒരു കാട്ടിക്കൂടെയുള്ള ഹൈക്കിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ഈ വഴിക്ക് കുറേ സുവർണിയ ഷോപ്സ് ഒക്കെ കാണാൻ പറ്റിയേ. പിന്നെ അതുകൂടാതെ കുറേ ആ കുറുക്കന്മാരുടെ സ്റ്റാച്യൂസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ജപ്പാനിലേക്ക് വരുവാണെങ്കിൽ എന്തായാലും ഈ ഡെസ്റ്റിനേഷൻ മിസ്സാക്കല്ലേ. അങ്ങ് മേളി വരെ ഹൈക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൽ തുടക്ക ഭാഗമൊക്കെ ഒന്ന് ഹൈക്ക് ചെയ്ത് ആ തൊരി ഗേറ്റൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നൊരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ക്യോത്തോ സീരീസ് അവസാനിച്ചിട്ടൊന്നുമില്ല. ഇനിയും ഉണ്ട് കുറച്ച് ഡെസ്റ്റിനേഷൻസും കൂടെ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ കാണാം.